ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഫാം ഹൗസാണ്. നമ്മളവിടെ നടക്കാനൊക്കെ പോകുമ്പോൾ അതിൽ ചെല്ലുമ്പോൾ ആടുകളും മുയലുകളൊക്കെ നമ്മളുടെ അടുത്ത് ഈ കുട്ടികൾ ഓടി തുള്ളി ചാടി വരില്ലേ, നമ്മളെവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മുടെ ചുറ്റും കൂടി നിൽക്കണ പോലെ അങ്ങനെ വേലിക്കരകയിലേക്ക് ഓടി വരും. കുറേ ആളുകൾ എപ്പോഴും ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കും, ക്യാരറ്റും ഇലകളൊക്കെ കൊടുക്കാറുണ്ട്. അത് ഓർത്തിട്ടാണ് ഇതുങ്ങൾ വരുന്നത്. ഞാൻ അവിടെ വേലിക്ക് തന്നെയുള്ള ഡാൻഡലിയോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ചെടിയില്ലേ, സാലഡായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പൂപ്പൻ താടിയുടെ പൂവെന്ന് പറയുന്ന പോലെ ഉള്ള അതിൻ്റെ ഇല, അത് സാലഡായിട്ടൊക്കെ ഇവിടെ ഉപയോഗിക്കുന്നതാണ്. അത് പറിച്ചിട്ട് ഇവർക്ക് കൊടുത്തു. അപ്പോൾ നിങ്ങൾ മത്സരിച്ചിട്ടാണ് വാ പൊളിച്ച് ഇത് വാങ്ങുന്നത്. ഇവർക്ക് നമ്മളെ ഒട്ടും പേടിയില്ല. മുയലുകൾ 2 തരമുണ്ട്, കാട്ടുമുയലും വളർത്തുമുയലും. കാട്ടിലുള്ളത് നമ്മൾ എപ്പോഴും ഇങ്ങനെ പുറത്തൊക്കെ നടക്കുമ്പോൾ ഓടിച്ചാടി പോകുന്നതാണ്. കാട്ടുമുയൽ ഹെയർ എന്നാണ് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചത്, ഓർമ്മയുണ്ട? അതിന് 80 കിലോമീറ്റർ വരെ സ്പീഡിൽ ഓടാൻ പറ്റും, അതുപോലെ 2 മീറ്റർ ഉയരത്തിലൊക്കെ ചാടാൻ പറ്റും. പക്ഷെ അത് ഇതിനേക്കാട്ടിലും ചെറിയ മുയലുകളാണ്. അതിൻ്റെ കാലുകൾക്ക് ഈ സാധാരണ വളർത്തുമുയലിനേലും നീളം കൂടുതലുണ്ട്. പക്ഷെ വളർത്തുമുയലുകൾ അത്ര സ്പീഡിൽ ഓടുന്ന കാണുന്നില്ല. അതൊരു പക്ഷേ ഈ കൂട് പോലെയുള്ള സ്ഥലത്ത് ഇങ്ങനെ വേലിക്കുള്ളിലുള്ളത് കൊണ്ടായിരിക്കും. എന്തായാലും ഇത് കുറേ ആളെയൊക്കെ ഉണ്ടാക്കും. ഇവിടെ ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ കുറേ മാളങ്ങളൊക്കെ ഉണ്ട്, മണ്ണിൽ കുഴിച്ച് ഇങ്ങനെ പോകുന്നതാണ്. അതുപോലെ ഇത് ഇങ്ങനെ ഗ്രൂപ്പായിട്ടാണ് ഇതുങ്ങൾ വളർത്തുന്നത്. ഇതിനെ ഒറ്റയ്ക്ക് വളർത്തരുത് എന്നാണ് പറയുന്നത്, സമൂഹജീവിയാണ്. ഈ മുയലുകളുടെ പല്ല് ജീവിതകാലം മുഴുവൻ വളരും അത്രേ, നഖമൊക്കെ നമ്മുടെ വളരണ പോലെ. ഇവർ ക്യാരറ്റും അങ്ങനെയൊക്കെയുള്ള പച്ചക്കറി സാലഡൊക്കെ കടിച്ച് മുറിച്ച് തിന്നുന്നതുകൊണ്ട് പല്ലൊരു പക്ഷേ തേയ്മാനം വരുമായിരിക്കും. അപ്പോൾ ജീവിതകാലം മുഴുവൻ പല്ല് ഇങ്ങനെ നീളം വെച്ചുകൊണ്ടിരിക്കും അത്രേ. അതുപോലെ ഇതിൻ്റെ നീണ്ട് ഉയർന്നു നിൽക്കുന്ന ചെവി ഭയങ്കര ഷാർപ്പാണ്. എത്ര ദൂരേന്നും ശത്രുക്കൾ വരികയാണെങ്കിൽ ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവരെ സഹായിക്കുന്നു. അതുപോലെ ചെവിയിലുള്ള ബ്ലഡ് വെസൽസ് ചൂടും തണുപ്പൊക്കെ മാറി മാറി വരുമ്പോൾ ശരീരത്തിലെ താപനില റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ സഹായിക്കും എന്നാണ് പറയുന്നത്. ഈ മുയലുകളുടെ കൂടിൻ്റെ തൊട്ടടുത്തുള്ളത് ആടുകളാണ്. ഈ ഫാമിൽ കുറേ ആടുകളുണ്ട്. ആടുകൾ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അടുത്ത് വന്ന് നിൽക്കും. നമ്മൾ ഇതേലും ഭക്ഷണം കൊടുക്കുമോ എന്നുള്ള രീതിയിലാണ്. ഈ താടിയുള്ള ഈ കൂടുതൽ പൂടെയുള്ള ആട് ഭയങ്കര ഒരു പവർ കൂടുതലുള്ള പോലെ തോന്നും. മറ്റേ 2 ആടുകൾക്ക് പേടിയാണ്. ഈ ആട് ഇനി ഭക്ഷണം കൊടുക്കുമ്പോൾ മറ്റൊരു അടുത്തേക്ക് വരത്തില്ല. എനിക്ക് തോന്നുന്നു ഇതാണ് കൂടുതൽ ശക്തിമാനെന്ന് തോന്നുന്നു. എന്തായാലും ആടുകളായാലും കോഴിയായാലും മുയൽ എല്ലാ ജീവികളും നമ്മുടെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ അങ്ങനെ ഭയങ്കര മനുഷ്യരുമായിട്ട് ഭയങ്കര ഇണങ്ങി ചേരുന്ന പോലത്തെ. പിന്നെ ഇവർ ഒത്തിരി ഇൻ്റലിജൻ്റ് ആണെന്നാണ് പറയുന്നത് ആടുകൾ. വരുന്ന ആളുകളെ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ മറക്കൂല അത്രേ.